മാസങ്ങളായുള്ള തയ്യാറെടുപ്പ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി. പക്ഷേ അയ്യപ്പ സംഗമത്തിന് എത്തിയവരുടെ എണ്ണം വളരെ കുറവ്. അയ്യപ്പ സംഗമം പൊളിഞ്ഞോ അതോ പിണറായിയുടെ കഴിവ് കൊണ്ട് വിജയിച്ചോ? അയ്യപ്പ സംഗമം പ്രചരണത്തിൽ വിജയിച്ചു, പക്ഷേ ഫലത്തിൽ പൊളിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും CPM ഉദ്ദേശിച്ചത് അവർക്ക് ഈ സംഗമം എങ്ങനെയും നടത്തണം. വിവാദമായതിൻ്റെ പിന്നാലെ ഇതെങ്ങനെയെങ്കിലും നടത്തണമെന്നാണ് ആഗ്രഹിച്ചത്. പണ്ട് വനിതകളെ മല കയറ്റിയ പോലെയാണ്. ഏത് സാഹസം സഹിച്ചും മലയുടെ മുകളിൽ കയറ്റണമെന്ന് തീരുമാനിച്ചു ഇവർ കയറ്റി. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം ഏത് വിധേനയും നടത്തണം. അത് ഹൈക്കോടതി പോയാൽ അവിടെ ഓടിച്ചെന്ന് സ്റ്റേക്ക് ശ്രമിക്കുക, അവിടെ ഓടിച്ചെന്ന് അവതാ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. സുപ്രീം കോടതിയിൽ പോയാൽ ഉടനെ അവിടെ തന്നെ തടസ്സ ഹർജി സമർപ്പിക്കുക. എന്നിട്ട് ഞങ്ങളിതെല്ലാം ആചാരപ്രകാരം നടത്തിക്കൊള്ളാം, മുറപ്രകാരം നടത്തിക്കൊള്ളാം, ഹൈക്കോടതി പറഞ്ഞ പോലെ നടത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞേറ്റാണ് ഈ സംഗമം നടത്തിയത്. അപ്പോൾ ഈ സംഗമത്തിൽ ഹൈക്കോടതി ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾ അപ്പാടെ പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് കോർട്ടലക്ഷ്യമാവും, വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ തന്നെ അതിനകത്തൊരു വലിയ വൈതരണി സർക്കാരിൻ്റെ മുമ്പിൽ വന്നു. സർക്കാർ ഉദ്ദേശിക്കുന്ന പോലെ ഫ്രീ ഹാൻഡിൽ, സർക്കാർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ, രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾ ഉൾപ്പെടെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്താൻ കഴിയില്ല എന്നൊന്നും. അപ്പോൾ തന്നെ അതിൽ പകുതി ഫ്ലോപ്പ് വന്നു. രണ്ടാമത്, ഒരു മാസ്റ്റർ പ്ലാൻ മാത്രമല്ല, നിരവധി മാസ്റ്റർ പ്ലാനുകൾ ശബരിമലയ്ക്ക് വേണ്ടി പലപ്പോഴായി തയ്യാറാക്കിയിട്ടുണ്ട്. 10 വർഷം ഏതാണ്ട് പിന്നിടാൻ പോവുകയാണ് പിണറായി സർക്കാരിൻ്റെ കാലാവധി, അല്ലേ? അപ്പോൾ ഈ സമയത്ത് ഇത്രയും നാളില്ലാത്ത ഒരു അയ്യപ്പ പ്രേമം ഇപ്പോൾ എന്തിന് എന്ന ചോദ്യം വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സാർ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രചരണമായിരുന്നു. ആ പ്രചരണം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും ആ സദസ്സിൽ കുറച്ചാളുകളെ എത്തിക്കാൻ കഴിഞ്ഞില്ല? അത് പറയാനാണ് ഞാൻ വന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ആളെ കൊണ്ടുവരുന്നതിന് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, അവർക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുത്താൽ ആൾ വരും. ഒരുപാട് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഭാവിയിലേക്കും ഗുണകരമെന്ന് പറഞ്ഞാൽ ആൾ വരും. അപ്പോൾ അത് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഹൈക്കോടതി വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, വേർതിരിവ് പാടില്ല, സ്പെഷ്യൽ ദർശനം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊരു കാര്യം. രണ്ടാമത്, ഇത് ആരുടെയൊക്കെ പ്രചരണം ശക്തമായിട്ടുണ്ടായിരുന്നു. ഏതോ ജ്യോത്സ്യം പറഞ്ഞു ഇത് പാപം പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു കർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരാളുടെ പാപം 3000 പേർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന, ലോകത്ത് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് പാപമുക്തി വരുന്നതിനുള്ളൊരു ശ്രമമാണ് എന്ന് ഒരു ആരോപണം വന്നതോടുകൂടി തന്നെ അതിൻ്റെ ഗ്യാസ് പകുതി പോയി. അപ്പോൾ അത് മറ്റൊരു വിപത്തായിട്ട് വന്നു. അതിന് പുറമേ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാതെ ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും ആൾ വരില്ല. നമ്മൾ ഏത് ആരാധനാലയത്തിലും പോകുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം എന്താണ്? വിശ്വാസം. ആ വിശ്വാസം നിലനിർത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആൾ കൂടുകയുള്ളൂ. ശബരിമലയിൽ വിശ്വാസത്തിന് ഭംഗം വരുത്തിയവർ വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ഒരു സംഗമം നടത്തുമ്പോൾ അത് എത്രത്തോളമാണ് എന്നുള്ളത് ആൾക്കാർക്ക് സംശയം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഒഴിഞ്ഞ കസേരയെ നോക്കി വെള്ളാപ്പള്ളി നടേശന് പോലും പ്രസംഗിക്കേണ്ട ദുരവസ്ഥ വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. മുഖ്യമന്ത്രി കപടഭക്തനെ പോലെയാണ് പെരുമാറുന്നത്. അദ്ദേഹം ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഭക്തൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അയാൾ വിദ്വേഷമില്ലാത്തവനായിരിക്കണം, സ്നേഹം പ്രകടിപ്പിക്കുന്നവനായിരിക്കണം, ക്ഷമയുള്ളവനായിരിക്കണം, സഹനശക്തിയുള്ളവനായിരിക്കണം. ഇതൊക്കെയാണ് ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ക്വാളിറ്റികളൊക്കെയുള്ള കുറേ ആൾക്കാരെ ഒത്തുകൂട്ടിയാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നതെന്ന്. അപ്പം പ്രതിപക്ഷം അടക്കം പലരും ചോദിക്കുന്നു, ഈ ക്വാളിറ്റീസൊക്കെ നടത്തുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ? ക്ഷമ, സഹനശക്തി, എല്ലാം സഹിക്കാനുള്ള മനസ്സ്, വിദ്വേഷമില്ലാതിരിക്കാനുള്ള മനസ്സ്, സ്നേഹിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെന്നാണോ അദ്ദേഹം അവിടെ നിന്ന് ആത്മീയ പാതയിലേക്ക് തിരിഞ്ഞിരിക്കും? അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമം. അതെ, അപ്പോൾ ആത്മീയ പാതയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതെന്നാണ് പ്രതിപക്ഷങ്ങളും പറയുന്നത്. പക്ഷേ അത് ജനങ്ങൾക്ക് വിശ്വാസം വരണം. ഈ പറഞ്ഞതെല്ലാം മാറ്റമാണ്. ഇത് വെറുതെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം വട്ടം അധികാരത്തിൽ വരുന്നതിനോ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ സ്വരൂപിക്കുന്നതിന് 24-ൽ നമ്മൾ റെക്കോർഡിക്കലായിട്ട് കണ്ടു. കേരളത്തിൽ ഒരു സീറ്റ് ഒഴികെ മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, അല്ലേ? LDFിനെ സംബന്ധിച്ച്.
അപ്പോൾ അതിൽ നിന്ന് LDF ഒരു പാഠം പഠിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നല്ലത്. പക്ഷേ അത് ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇനിയും സമയമെടുക്കും. ഈ വെള്ളാപ്പള്ളി പറയുന്നത് യുക്തിവാദം, ആദർശം മാത്രം. പിണറായി വിജയൻ ഭക്തനെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഇനി ജനങ്ങളും അത് പറയേണ്ടി വരുമോ, യഥാർത്ഥ ഭക്തൻ പിണറായി വിജയനാണെന്ന്? അല്ല, അത് മുഖ്യമന്ത്രി പറയേണ്ടതാണ്, ഞാനാണ് യഥാർത്ഥ ഭക്തനെന്ന്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി പറഞ്ഞാൽ പിണറായി എങ്ങനെ ഭക്തനാവും? ഞാൻ ഭക്തനാണെന്ന് ഞാൻ പറയണ്ടേ? അദ്ദേഹം ആ ഇരിക്കുന്ന അടുത്ത ആളാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളാണോ അയ്യപ്പൻ എന്ന് ചോദിക്കുന്ന ആ സമീപനത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നീട്ടി വിളിക്കുന്ന ആളായിട്ടുണ്ട് എന്ന് എവിടെയെങ്കിലും നമുക്ക് തെളിവുണ്ടോ? അപ്പോഴല്ലേ ഭക്തനാകുന്നേ. ഭക്തനാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളെല്ലാം വേണം. വ്രതമെടുക്കണം, വ്രതശുദ്ധിയോടെ ശബരിമലയിൽ പ്രവേശിക്കണം, വ്രതശുദ്ധിയുള്ള മനസ്സോടെ ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യണം, അയ്യപ്പ ഭക്തന്മാരെ അയ്യപ്പനായി കാണണം. അങ്ങനെയാണല്ലോ നമ്മൾ മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അയ്യപ്പനാണ് അല്ലേ? കന്നി അയ്യപ്പൻ എന്നാ പറഞ്ഞു. കൊച്ചു കുട്ടിയെ വേദിയിൽ മുന്നിൽ തന്നെ കണ്ടിട്ടില്ലേ തത്വമസി? വേദിക്ക് മുന്നിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ തത്വമസി എന്താണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് നീ ആകുന്നു, നീ അതാകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഉൾക്കാമ്പ് ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിശ്വാസികളായി കരുതി അദ്ദേഹം വിളിച്ചവർക്ക് പോലും സംശയമുണ്ടെന്നുള്ളതാണ് പരിപാടി. അല്ല, ആ സംശയമായിരിക്കും കസേരകൾ മാത്രമായി പോയത്. അതെ, ഈ സംശയം ഉള്ളത് കൊണ്ടായിരിക്കും ആ വേദിയിൽ അതോടൊപ്പം തന്നെ സദസ്സിലും പ്രതിഫലിച്ചത്. അതെ, സദസ്സിലെ ഒഴിഞ്ഞ കസേരകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഞങ്ങളെ ഇത് നിർബന്ധിച്ചുകൊണ്ട് വന്നു, ഞങ്ങളത് കഴിഞ്ഞിട്ട് പോകുന്നു. ഇനിയിപ്പോൾ ബാക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്, ബാഡ്ജൊക്കെ ഇട്ട് ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കി ആരും ഇല്ല, എല്ലാവരും പൊയ്ക്കഴിഞ്ഞു. അപ്പോൾ ഈ സദസ്സ് എന്താണ് ഉദ്ദേശിച്ചത്, അതിന്റെ വിപരീതമാണ് ഈ പലരും പറയുന്നത് പോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ഗിമ്മിക്കായിരുന്നു. പക്ഷെ ഇത് ആ പഴയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുന്ന രീതിയിലേക്കല്ലേ വന്നത്. അപ്പോൾ 2 വനിതകളെ കയറ്റി അന്നത്തെ പ്രശ്നങ്ങൾ, കേസ്, ബഹളം, ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം. അപ്പോൾ ഇതൊരു സ്വാഭാവിക ഒരു തിരിച്ചടിയിലേക്കല്ലേ പോകുന്നത്. പഴയ കാര്യം വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അതെ, അതാണ് പറയുന്നത്. അയ്യപ്പനെയും വിളിക്കാം, നെയ്യപ്പവും തിന്നാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമ്മേളനം നടത്തിയത്. നെയ്യപ്പം എന്ന് ഞാൻ പറഞ്ഞത് ഭാവിയിൽ വരുന്ന ഹിന്ദു വോട്ടുകൾ കൂടി സ്വരൂപിക്കാം എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് എവിടെയൊക്കെയോ പാകപ്പിഴകൾ വന്നുപോയി. കാരണം നമ്മളെ എവിടെയാണോ കുഴിച്ചു മൂടാൻ ആഗ്രഹിച്ചിരുന്നത്, CPM എവിടെയാണോ കുഴിച്ചു മൂടാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഹിന്ദു വിരുദ്ധതയുടെ ചില വികാരങ്ങൾ, അയ്യപ്പ ഭക്തരുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, അതൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ഈ അയ്യപ്പ സംഗമം ഉപകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഈ സർക്കാരിനും പാർട്ടിക്കും വന്ന് ഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.